ഇന്ന് അർജൻറ്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള മനോഹരമായ മത്സരം കാണാനിടയായി. ഒരുപക്ഷേ ഇത്തവണത്തെ ലോകകപ്പിൽ ഇതുവരെ നടന്നതിൽ ഇത്രയും വാശിയേറിയ, ആളുകളെ ഉത്കണ്ഠയിൽ നിർത്തിയ മറ്റൊരു മത്സരം ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അർജൻറ്റീനയാണ് ആരാധകർ ഏറെയുള്ള രാജ്യം. അതുകൊണ്ട് തന്നെ അവർ തളരുമ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകളെ വിഷമിപ്പിച്ചു. എന്നാൽ അർജൻറ്റീനയ്ക്കെതിരായി വന്നത് ഒരു ചെറിയ രാജ്യം, ജനസംഖ്യയിൽ പോലും വെറും 5 ലക്ഷം മാത്രം ആളുകളുള്ള ചെറിയ രാജ്യം, കേപ്പ് വെർദെ. ഫുട്ബോൾ റാങ്കിങ്ങിൽ 64-ാം സ്ഥാനക്കാർ. അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ, അവർ ചുണക്കുട്ടന്മാരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അർജൻറ്റീനയെ അവർ വിറപ്പിച്ചു. പട്ടികയിൽ 1-ാം സ്ഥാനത്തെ രാജ്യമാണ് അർജൻറ്റീന, ലോക 1-ാം ചാമ്പ്യൻ. എന്നാൽ ആ കൊച്ചു രാജ്യം അവരെ പലപ്പോഴും വിറപ്പിക്കുന്നതായി കണ്ടു. ചടുലതയാർന്ന കളിയായിരുന്നു അവർ കാഴ്ചവെച്ചത്. ആദ്യത്തെ സമനിലയുടെ 90 മിനിറ്റ് തീർന്ന് പിന്നീട് 15 മിനിറ്റ് എക്സ്ട്രാ കൊടുക്കുകയും അവിടെയും സമനിലയായപ്പോൾ വീണ്ടും 15 മിനിറ്റ് കൊടുക്കുകയും ചെയ്തു. മത്സരത്തിൽ ഒന്നുമല്ല എന്നുദ്ദേശിച്ച രാജ്യമാണ് 1-ാം സ്ഥാനക്കാരെ വിഷമിപ്പിച്ചത്. അർജൻറ്റീന മത്സരത്തിൽ വിജയിച്ചു. ഒരുപക്ഷേ കേപ്പ് വെർദെ എന്നുള്ളത് കേപ്പ് വെറുതെ എന്ന് നമ്മളാരെങ്കിലും കരുതിയോ? ആരെയും വില കുറച്ച് കാണരുത് എന്ന സന്ദേശം ഒരിക്കൽ കൂടി ഈ മത്സരത്തിലൂടെ നമ്മോട് പറയുന്നു. കുറച്ചു കാലം മുമ്പ് ഒരു സ്കൂളിൽ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കേണ്ട സമയം വന്നപ്പോൾ കഴിവുള്ള പലരും മാറി നിന്നപ്പോൾ പ്രത്യേകിച്ചൊരു കഴിവില്ലാത്തൊരു ടീച്ചറെ അന്ന് എല്ലാവരും കൂടി സ്റ്റാഫ് സെക്രട്ടറിയായി നിർബന്ധപൂർവ്വം തിരഞ്ഞെടുത്തു. പക്ഷേ അവർ സ്റ്റാഫ് സെക്രട്ടറി ആയ ശേഷം സ്കൂളിൽ വരുത്തിയ മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ, അവരുടേതായ പ്രത്യേക ശൈലികൾ എല്ലാം വളരെ അത്ഭുതാവഹമായിരുന്നു അത്രേ. 64-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യവും തമ്മിലുള്ള മത്സരം. 46 ദശലക്ഷം ആളുകളുള്ള രാജ്യവും വെറും 5 ലക്ഷം ആളുകൾ മാത്രമുള്ള ഒരു രാജ്യം. മലപ്പുറം ജില്ലയിൽ മാത്രം 47 ലക്ഷം ജനങ്ങളുണ്ട്. ഓരോ ആളുകൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. ഓരോ സമൂഹത്തിനും അവരുടെ നേട്ടങ്ങളുണ്ട്. ചെറുതാണെങ്കിലും ചെറിയ വ്യക്തികളാണെങ്കിലും ചെറിയ രാജ്യങ്ങളാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മറുനാടൻ ചാനലിലൂടെ 3/7/2026 ഒരു വാർത്ത കണ്ടപ്പോൾ അതിൽ സാധാരണക്കാരനായ, ഞങ്ങൾക്കറിയാവുന്ന ശാന്തനായ, സാധാരണ എപ്പോഴും ജോളിയായി കഴിയുന്ന ഒരു പയ്യനെക്കുറിച്ച് പരാമർശിക്കുന്നത് കണ്ടു. മറുനാടൻ്റെ പരാമർശനം ഏറ്റുവാങ്ങാൻ മാത്രം അത്ര കഴിവ് അദ്ദേഹത്തിനുണ്ടോ? നമുക്ക് സംശയിക്കാം. ഈ പയ്യൻ മുൻ മുഖ്യമന്ത്രി കഴിഞ്ഞ 5 വർഷമായി സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വിമർശിക്കുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. തൻ്റേതായ നിലപാടുകൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ വൈറലായിരിക്കുകയാണെന്നാണ് മറുനാടൻ പറയുന്നത്. അദ്ദേഹത്തെ നമ്മളൊരു സാധാരണ മനുഷ്യനപ്പുറത്തേക്ക് കണ്ടിരുന്നില്ല. ആ ധാരണകളൊക്കെ തെറ്റാണെന്ന് അപ്പോൾ ബോധ്യപ്പെട്ടു. ആരും ആരെയും നിസ്സാരരായി കണ്ടുകൂടാ എന്ന് അർജൻറ്റീനയുടെയും കേപ്പ് വെർദെയുടെയും ഈ കളി ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.